ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ലൈറ്റ് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റിക് ഓപ്പൺ ഓൾവേസ് പോസിറ്റീവ് ആയി. മനസ്സിലായോ? രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വേട്ടയനിലെ ഗാനം അണിയറ പ്രവർത്തകർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 3.7 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാനം എന്നത്. അനിരുദ്ധാണ് പാടിയിരിക്കുന്നത്. അനിരുദ്ധാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടറും. രജനിയുടെ യങ് ലുക്ക്, ചാമിങ് ലുക്കാണ് നമുക്കതിൽ കാണുവാനായിട്ട് സാധിച്ചത്. ലിറിക്കൽ വീഡിയോ ആണ് പുറത്തുവിട്ടത്. രജനീകാന്തിൻ്റെ യങ് ലുക്ക്, അതോടൊപ്പം മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും, രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ തന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതോടൊപ്പം മഞ്ജു ചേച്ചിയുടെ അടിപൊളി ഡാൻസും കൂടെ നമുക്കത് വീഡിയോയിൽ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളി ലുക്കിലാണ്, നല്ല വൈബ് ഉണർത്തുന്നൊരു ഗാനമായിട്ടാണ് ഇത് കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് അനിരുദ്ധിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ ഉറപ്പാണ്, ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വൈബ് തോന്നും. എല്ലാ സോങ്സും പോലെ, അനിരുദ്ധ് സോങ്സും പോലെ ഈ സോങ്സും ആദ്യം കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വൈബ് തോന്നി. മനസ്സിലായോ? മലയാളം, കൂടുതലും മലയാളം വേർഡുകളിലാണ് ഈ ലിറിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിറിക്സ് കൂടുതലും മലയാളമാണ്. പിന്നെ ഇടയ്ക്ക് തമിഴുണ്ട്, തെലുങ്കുണ്ട്. മനസ്സിലായോ എന്നുള്ള മലയാളത്തിലും, അതോടൊപ്പം ഇപ്പിടിച്ചൂടുന്ന തെലുങ്കും, അങ്ങനെ എല്ലാ ലാംഗ്വേജും, മലയാളം, തമിഴ്, തെലുങ്ക് എന്നുള്ള എല്ലാ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ലാംഗ്വേജ് എല്ലാം ലിറിക്സിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന രീതിയിലേക്ക്, പാൻ ഇന്ത്യൻ സോങ്സ് എന്നൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു. ആ രീതിയിലേക്ക് കൊണ്ടുവരാനാണെന്നാണ് തോന്നുന്നത്. എന്നാലും കൂടുതലും മലയാളം ലിറിക്സാണ് വരുന്നത്. ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വേട്ടയൻ എന്നൊക്കെ പറഞ്ഞ് രജനീകാന്തിനെ അഭിസംബോധന ചെയ്യുന്നോട്ടുള്ള ലിറിക്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി കളർഫുൾ സോങ് ആയിട്ടാണ് തോന്നിയത്. വരിക്കാശ്ശേരി മനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. വരിക്കാശ്ശേരി, പാലക്കാട്ടെ ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മനയാണെന്ന് തോന്നുന്നു ലൊക്കേഷൻ. ഏതായാലും കേരളത്തിൽ ബേസ് ആയിട്ടുള്ള എന്തോ ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു പാട്ട് നടക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ഇവിടെ ലിറിക്സൊക്കെ അങ്ങനെ കൊടുത്തതെന്ന് തോന്നുന്നു ലൊക്കേഷനും. ഏതായാലും പടം ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാണേലും മഞ്ജു വാര്യരുടെ ആ ഒരു വൈബ് ഡാൻസും, അതോടൊപ്പം രജനി സാറിൻ്റെ ആ ഒരു അടിപൊളി ലുക്കും, ചാമിങ് യങ് ലുക്കും, അതോടൊപ്പം പാട്ടിൽ അനിരുദ്ധും രജനിയും കൂടെയുള്ള ഒരു സ്റ്റെപ്പും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മരിച്ചുപോയ ലെജൻഡറി സിംഗർ മലേഷ്യ വാസുദേവൻ്റെ വോയിസ് AI ഉപയോഗിച്ച് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വോയിസും വരുന്നുണ്ട്. അപ്പോൾ അതും മറ്റൊരു പ്രത്യേകതയാണ് മനസ്സിലായോ എന്ന പാട്ട്. എല്ലാവർക്കും അറിയാം മനസ്സിലായോ എന്നത് എങ്ങനെയാണ് ട്രെൻഡിങ് ആയതെന്ന്. അതായത് ജയിലറിലെ വിനായകൻ്റെ ആ ഒരു ഡയലോഗാണ് മനസ്സിലായോ. അത് ആ ഒരു ഇത് വെച്ചാണ് അവർ ഈ ഒരു പാട്ട് ഇറക്കിയിരിക്കുന്നത്. വേട്ടയൻ്റെ ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. TJ ജ്ഞാനവേലാണ് ചിത്രം സംവിധാനം ചെയ്തത്. TJ ജ്ഞാനവേലിൻ്റെ ജയ് ഭീം വൻ ഹിറ്റായിരുന്നു, സൂര്യയെ വെച്ചുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, ലൈക്ക പ്രൊഡക്ഷനാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അനിരുദ്ധ് മ്യൂസിക്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ കതിരാണ്, കൊറിയോഗ്രാഫി ദിനേശാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ജയിലറിൻ്റെ ലിറിക്സ് എഴുതിയ, ഹുക്കും സോങ്ങിൻ്റെ ലിറിക്സ് എഴുതിയ സൂപ്പർ സുബു, അതോടൊപ്പം വിഷ്ണു, രണ്ടുപേരും കൂടി ചേർന്നാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ലൊരു വൈബ് നമുക്ക് കിട്ടി. ഉറപ്പായിട്ടും ഈ ഗാനം തിയേറ്ററിൽ തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒത്തിരി റീൽസ് ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു പാട്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല വൈബുള്ളൊരു ഗാനമായിട്ടാണ് തോന്നിയത്. ഒക്ടോബർ 10 ചിത്രം വേട്ടയൻ തിയേറ്ററിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ അമിതാഭ് ബച്ചന്, ഫഹദ് ഫാസിൽ എന്നിവരൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു വൈബായിരിക്കുമെന്ന് തോന്നുന്നു. ഒക്ടോബർ 10 ചിത്രം തിയേറ്ററിലേക്ക് എത്തുക, വേട്ടയൻ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.